നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് കുറച്ച് അദ്ദേഹത്തിൻ്റെ ഫാമിലി മാറ്റേഴ്സൊക്കെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യയും അയാളും തമ്മിൽ വളരെയധികം വഴക്കിലേക്ക് പോയി. അയാൾ എന്തു പറഞ്ഞാലും ഭാര്യ വളരെയധികം പ്രകോപിതയാകുകയാണ്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്, ഭയങ്കര ഷോർട്ട് ടെമ്പറാണ് പുള്ളിക്കാരി. ഇവർ തമ്മിലുള്ള വഴക്ക് ചിലപ്പോൾ അങ്ങ് ഭയങ്കര ശക്തമായിട്ട് കൂടും, ചിലപ്പോൾ അത് അടിയിലേക്ക് കലാശിക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ. ഇയാൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. ഭാര്യ അങ്ങ്, ഈ മനുഷ്യൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ, ഭാര്യ ഭയങ്കരമായിട്ട് കിടന്നങ്ങ് അമറുകയാണെന്ന് പറഞ്ഞു. അങ്ങ് ദേഷ്യം വെച്ച് വീട്ടിലുള്ളവരെയും അയലോകത്തുള്ളവരെയൊക്കെ കേൾക്കുന്ന രീതിയിലങ്ങ് ബഹളമാണ്. അങ്ങനെ അയാൾ പറയുന്ന അയാളുടെ ഒരു രീതിയിൽ അയാൾക്ക് ഈ ഭാര്യയുടെ ഈ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനെന്ത് സൊല്യൂഷൻ പറയാനാണ്. അപ്പം എങ്കിലും ഞാൻ പറഞ്ഞ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുക. ചിലപ്പം ഭാര്യ, ചില സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ അദ്ദേഹം കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തു. എന്നിട്ടും 1-2 ദിവസമൊക്കെ ആ ഒരു സമാധാനം ഉണ്ടെങ്കിലും വീണ്ടും പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനെ കുറേ നമ്മളിങ്ങനെ പല ടിപ്സുകളൊക്കെ പരീക്ഷിച്ചിട്ട് ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭാര്യയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തമിഴിൽ ഒരു സിനിമയ്ക്കകത്ത് ഈ ദേഷ്യപ്പെടുമ്പം നമ്മുടെ കമലഹാസൻ പോയി കെട്ടിപ്പിടിക്കുന്ന വസൂൽ രാജൻ ഒരു പടത്തിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ മുന്നാബ MBBS കാണിക്കുന്നുണ്ട്. കെട്ടിപ്പിടി വൈദ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ദേഷ്യപ്പെടുമ്പം അയാളെ പോയി ഹഗ് ചെയ്യുക, അപ്പോൾ ദേഷ്യം കുറയും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യനത്ര ആ സിനിമയൊന്നും കണ്ടിട്ടില്ല, എങ്കിലും ഞാൻ പറഞ്ഞത് വലിയൊരു വേദവാക്യം പോലെ അടുത്ത പ്രാവശ്യം ഈ മനുഷ്യൻ ഇത് ട്രൈ ചെയ്തു. എന്നെ പിന്നീട് ഈ മനുഷ്യൻ വിളിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെ. നമ്മൾ പറഞ്ഞു, അതൊരു ഭയങ്കര ഐഡിയ ആയിരുന്നു. ഈ സ്ത്രീ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡ്. ഇപ്പം ഇവിടെ അടിച്ചവിടെ അണപ്പല്ല് പറിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഇയാൾ പോയി അങ്ങ് പിടിച്ചെന്ന് പറഞ്ഞു. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ ഈ അമറി വിളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ പൊട്ടിക്കരഞ്ഞെന്ന് ആ മനുഷ്യൻ പറയുന്നു. അവർ തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചെന്ന് അയാൾ പറഞ്ഞു. അപ്പം ഈ സ്ത്രീ അനുഭവിച്ച കുറേ പ്രശ്നങ്ങൾ, അയാളുടെ വീട്ടിൽ നിന്ന് അനുഭവിച്ച പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ നിന്ന് അനുഭവിച്ച പ്രശ്നങ്ങൾ, പല ഫ്രസ്ട്രേഷൻസ്, കൂട്ടുകാരുടെ നിന്നുള്ള പ്രശ്നങ്ങൾ, ഈ സ്ത്രീയുടെ കല്യാണത്തിന് മുമ്പുള്ള ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ സ്ത്രീയെ അലട്ടിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ കുറേ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇതൊക്കെ തുറന്നു പറയാൻ പറ്റുന്നത് ഈ മനുഷ്യരോടാണ്. പക്ഷേ മനുഷ്യനോട് തുറന്നു പറയാൻ അവർക്ക് പറ്റുന്നില്ല. അയാളിലേക്ക് ഇത് എത്തിക്കുന്നത് ഒരു ദേഷ്യത്തിൻ്റെ ഭാവത്തിലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ ദേഷ്യം കൂടി വന്നു. ഇവരെ അങ്ങ് അമറാൻ തുടങ്ങി. അതാണ് സത്യം. അപ്പം ഈ മനുഷ്യൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഈ സ്ത്രീ എന്നോട് അയാൾ പറയുന്നത്, വളരെയധികം ഗതിച്ച് ചെന്ന് ഒരു പൂച്ചയെപ്പോലെ ആയിപ്പോയി സാറേ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്കും കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ഈ വീഡിയോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ സിനിമയിലൊക്കെ പറയുന്ന വെറുതെ ഒരു ഡയലോഗോ അല്ല, ഒരു സിനിമ ഇതല്ല. ഇത് നമ്മുടെ റിയൽ ലൈഫ് ചിലപ്പോൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പം നിങ്ങൾ പോയി കെട്ടിപ്പിടിച്ച് നോക്ക്, ചിലപ്പം വലിയൊരു മാറ്റം സംഭവിച്ചേക്കാം. താങ്ക് യു.